ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിതേ ഇവിടെ ഒരു ട്രിപ്പൊക്കെ പോകാനും പറഞ്ഞ് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞ് വന്നതാണ് ഗൈസ്. അപ്പോൾ വണ്ടി എഞ്ചിൻ പണിയിട്ട് ടയറൊക്കെ ഭയങ്കര ഡിസ്റ്റൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇടിച്ച് കൊണ്ട് പണിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ ദേ ഇപ്പോൾ ഇങ്ങോട്ട് വരും, വന്നുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വണ്ടി സർവീസ് ചെയ്യാൻ പോയെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് പിന്നെ ഒരു സിവിക്ക് മീറ്റപ്പിനായിട്ട് പോകുന്നതിൻ്റെ ഒരു വണ്ടിയും കൂടെ എടുക്കണമായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉള്ള വേറെ ആരുമല്ല, അല്ലു ഗെയിമറാണ്. അല്ലു ഗെയിമറിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അല്ലു ഗെയിമർ നമ്മുടെ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അല്ലു ഗെയിമർ. അതുകൊണ്ട് ഞാൻ കണ്ട് നമുക്ക് സിനിമ കാണാൻ പറ്റും നോക്കുന്നത്. കാരണം വെച്ചാൽ റെൻഡർ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ പുതിയ വണ്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുക. അല്ലെങ്കിൽ അവരെ വണ്ടിയുടെ എൻ്റെ വണ്ടി എടുത്തോണ്ടോ സെറ്റ് പൊളിയാണ് കേസ്. ഇപ്പൊ കണ്ട പണി ഇറക്കിയ വണ്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എന്തായാലും അല്ലൂരിയുടെ വണ്ടി എടുത്ത് പുറകെ പോട്ടെ. നമുക്ക് എന്തായാലും പുറകെ പോവാം. ആ ഒരു PC ഗെയിമറാകുമ്പോൾ ഇത്തിരി പണിയാ. എന്നെ വണ്ടി എന്തിനാണ് മീനില്ല പറയുന്ന അവ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടാണ് ഒരു വണ്ടി ഇടിപ്പിച്ചോണ്ടിരുന്നത്. അറിയാമല്ലോ. ഇല്ല, അതിനോടുള്ള വലിയ വീഡിയോസ് ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. വേറെ പ്ലേയേഴ്സൊക്കെ ആയിട്ട് കളിച്ച വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അല്ലു ഗെയിമുമായിട്ട് കളിച്ച വീഡിയോസ് ഇട്ടിട്ടില്ല. അല്ല അല്ലു ഗെയിം പറയാം. നമ്മുടെ അല്ലു ഗെയിമറിന്റെ വണ്ടി എന്ത് പറ്റി? വണ്ടി പണിയിട്ടെന്നാണ്. പിന്നെ ഞാൻ വന്ന് ഗൈസ് അല്ലു ഗെയിമർ വന്നിട്ടുണ്ട്. ഞാൻ കോള് പണിഞ്ഞുണ്ട് പറ്റി. അത് ഞാൻ ഓഫാക്കി വെച്ചു. ചൂടായിട്ടാ കുറെ നേരത്തെ ഞാൻ കളിക്ക് വരുന്നു. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഓട്ടോബാത്തായി ഗൈസ്. എന്തോ പ്രശ്നമില്ല. ഓട്ടോബാത്തായി നെറ്റ് പണിയിട്ടിരുന്നു ഗൈസ്. നോക്കാം നമുക്ക്. ആ എഞ്ചിനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കിട്ടുമായിരിക്കും ഗൈസ്. കുഴപ്പമില്ല, അവരെന്തായാലും റെഡി ആക്കിയിരുന്നു. അപ്പൊ നമുക്കൊരു ട്രിപ്പ് പോയിട്ട് വരാം. സിവിക്കായിട്ട് ട്രിപ്പ് പോവാം ഗൈസ്. ഞാൻ എന്തായാലും ഓഫ് റോഡ് ഇല്ല ഗൈസ്. അപ്പോൾ അല്ലാതെ ട്രിപ്പ് പോവാം. ഓഫ് റോഡ് ഇല്ല ഗൈസ്, ഫുൾ ഓൺ റോഡാണ്. ഇവന്റെ സിവിക്കില്ല. അപ്പൊ ഇവൻ മറ്റേ ഇപ്പൊ പുതിയതായിട്ട് ഒരു വണ്ടി റിവ്യൂ എടുത്തിട്ടുണ്ടല്ലോ, ആ വണ്ടിയായിട്ട് നമുക്ക് പൊളിക്കാം. അയ്യോ ഗൈസ്, അല്ലു ഗെയിമറിന്റെ ഗെയിം വീഡിയോസ് അവൻ പുതിയൊരു ചാനൽ തുടങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. തുടങ്ങണോ വേണ്ടയോ? പിന്നെ എന്റെ പഴയ അക്കൗണ്ട് ക്രാഷ് ആയി പോയി. ഇപ്പൊ പുതിയ അക്കൗണ്ടാണ്. പഴയ അക്കൗണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, BMW എല്ലാം കിടന്ന സാധനമാണ്. ഗോൾസും എല്ലാം ഉണ്ടായിരുന്നു. G-Wagon ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. GTR ഉണ്ടായിരുന്നു, പക്ഷെ അത് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് നോക്കണം. ഇച്ചിരി പണിയാണ്. ചെറിയൊരു പ്രശ്നമാണ്. ഇപ്പൊ സെറ്റായില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. നമുക്കിതാ കയറാൻ പോകാം. നീ വേൾഡ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വേൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ എനിക്ക് ആ ഒരു വേൾഡ് ഐക്കൺ വരുന്നില്ലല്ലോ. മൗണ്ടൈനിൽ പോകുന്നത് വെയിറ്റ് ചെയ്യും. എനിക്കത് വരുന്നില്ല. എനിക്ക് ബ്ലൂഡോട്ട് വരുന്നില്ല. അക്കൗണ്ടിന്റെ ID 973 അല്ലേ? 973 പക്ഷെ ബ്ലൂ അടിച്ച് ഓൺലൈൻ വരണ്ടേ? അപ്പൊ കുഴപ്പമില്ല. ഞാൻ എനിക്ക് വെയിറ്റ് തരുമോ? ഓക്കെ
അല്ലു ഗെയിമറിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്ന് അല്ലു ഗെയിമറെ ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ വീഡിയോ എടുക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിക്കുക. സല്ലിക്കാൻ കാരണം അങ്ങനെ വേണ്ടെന്നാണ് പണി കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് എഡിറ്റ് ചെയ്തിടാൻ പറ്റത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ എന്തായാലും ഇല്ല, വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യാം. ഞാൻ ഇത് കൊണ്ടിട്ടുണ്ട്. എനിക്ക് സവന്റെ ഇതെന്തോ പോയി കിടക്കണം. എന്റെ വൈഫൈക്കകത്തുണ്ടല്ലോ. അപ്പൊ കിട്ടി ഗൈസ്. നമുക്കപ്പോ നേരെ ഗെയിമിലോട് കയറാം. കണക്കിന് കൊടുത്തിട്ടുണ്ട്. നീ വല്ലതും പറയണം. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാപ്പി ഒന്നും കുടിക്കാനാണ് ചെയ്യുന്നത്. നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. ബ്രോയിന് ബ്രോ ഇതായിരിക്കും നമുക്കറിയാമേ. ഇതുവരെ ബ്രോയിന് ഇതുവരെ കിട്ടിയിട്ടില്ല. സോട്ടെ ഉള്ളിൽ കൊണ്ട് കൊടുത്തിട്ടും ബ്രോയിന് ഇതുവരെ കിട്ടിയിട്ടില്ല. കറക്റ്റ് ആയിട്ടുണ്ട്. കിട്ടുന്നില്ല. എന്തോ പ്രശ്നം നെറ്റ് ചിലരാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. സ്റ്റാർട്ട് ചെയ്യട്ടോ. പിന്നെ നമുക്ക് വീഡിയോ നിർത്തിയിട്ട് നമുക്കല്ലാതെ സ്റ്റാർട്ട് ചെയ്താലോ ഇത് ലോഡായിട്ട്, അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ചെയ്തതിനെ ഇതിന് എഡിറ്റ് ചെയ്ത് കയറ്റാനും പറ്റത്തില്ല. ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി എന്നും പറഞ്ഞിട്ട് എന്നാലും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഇത്തിരി ശരി, ഞാൻ ചെറിയ നെറ്റ് ഇഷ്യൂ കാരണമാണ് പണി കിട്ടിയത്. നിങ്ങൾക്ക് പിന്നെയും വെയിറ്റ് ചെയ്യണം ഗൈസ്. വെയിറ്റിംഗ് ചെയ്യാൻ ഭയങ്കര തൊല്ലടുത്തൊരു പണിയാണ്. പിന്നെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു ഗ്രാനി 1 കളിക്കോ ഗ്രാനി 2 കളിക്കുമെന്ന്. ഏതൊരു ഗ്രാനിയുടെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങള് ഗ്രാനി ഡൗൺലോഡ് ചെയ്തില്ലേ. ഗ്രാനി ഡൗൺലോഡ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ട് രസമൊന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് വല്ലാണ്ട് രസമൊന്നും തോന്നാത്തോണ്ട് ഞങ്ങളതങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ ഞങ്ങള് രീതിയിൽ തന്നെയാണ്. അപ്പൊ അവനോട് ചെന്ന് പറഞ്ഞു ഞങ്ങള് അത് വലിയ രസമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കേട്ടാത്തത്. പിന്നെ ചിലപ്പോ സിംഗിൾ പ്ലെയർ ആയിട്ട് സ്കീം വഴി ഞാൻ ഒരു ട്രക്ക് സിമുലേറ്റർ 2 എന്ന് പറയുന്ന ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു. അപ്പൊ ആ ഒരു ഗെയിമിന്റെ വീഡിയോ വരും ഗൈസ്. ഈ ബ്രോ ഫോണിലാണ് കളിക്കുന്നത്. അപ്പൊ ഫോണിൽ കളിക്കുന്നതുകൊണ്ട് ലാപ്ടോപ്പില് ഫോണിൽ ഇങ്ങനെ മാറി കളിക്കുന്നതുകൊണ്ട് ലാഗല്ല. ഈ ഫോണിനകത്ത് സ്കീമിന്റെ ഒക്കെ ഗെയിമൊക്കെ സപ്പോർട്ട് ആവത്തില്ല. അപ്പൊ അവന് മുട്ടം പണിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറഞ്ഞു ഗൈസ് വേണ്ടെന്ന്. ബ്രോയെ കാണുന്നില്ലല്ലോ. എന്റെ പുറകിലുണ്ട് അതിന്റെ ബ്രോ. എനിക്ക് നല്ല ലാഗ് ഉണ്ട് കേട്ടോ. എന്റെ ലാപ്ടോപ്പ് എങ്ങനെ നമ്മളവിടെ മീറ്റപ്പിനായിട്ട് ചെല്ലുവാണോ അതോ വണ്ടി ഇടിച്ചു കൊടുക്കുന്ന ഏജൻസിയാണോ? നമുക്ക് എങ്ങോട്ട് പോവാം? മൗണ്ടനിലാണോ? സിറ്റി ടൂർ പോയാലോ? എനിക്ക് ഞാൻ ബ്രോയിന് പൈസ അയച്ചുതരാം.
പൈസ ഇല്ല, 2,60,000 വേണം. ഇതിലാകെ മറ്റേ അക്കൗണ്ട് പോയപ്പോഴേ ഇപ്പൊ ഞാൻ പുതിയ ഗാഡിയുടെ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ല ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ. ആ ഷോപ്പിൽ ഞാൻ നോക്കട്ടെ, എനിക്കത് കിട്ടാവില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാം. ലാബുണ്ട് നിങ്ങളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. FPS 6 ഒട്ടും പറ്റുന്നത് ഇടിച്ച് മറിയും കഴിച്ചു ഒട്ടും പറ്റുന്നത്. ഈ വണ്ടിയാണെങ്കിൽ ഇത് എന്റെ വണ്ടിയല്ല, ഇപ്പൊ എന്റെ ഏരിയ സ്ഥിതിക്ക് ഇത് അല്ലു ഗെയിമറിന്റെ വണ്ടിയാ. അപ്പൊ അല്ലു ഗെയിമർ അവനായിരിക്കുന്ന എന്റെ വണ്ടിയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ അല്ലു ഗെയിമർ എങ്ങോട്ടാണ് പോകുന്നത് നോക്കുന്നത്? നമുക്ക് നേരെ ഇവിടെ നേരെ വിട്ടാലോ? അല്ലു ഗെയിമറേ നമുക്ക് സിറ്റി 2 വിട്ടാലോ? സിറ്റി 2 വിട് കേട്ടോ, ഒന്ന് നോക്കട്ടെ കേട്ടോ. അല്ലു ഗെയിമറ് സ്പോട്ട് അറിഞ്ഞോടുന്നു. അപ്പൊ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലു ഗെയിമറിന് ഞാൻ ഇതുവരെയായിട്ട് എന്റെ ആദ്യത്തെ ഞാൻ വീട് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പല അക്കൗണ്ടിലാണ് ഉള്ളത്. ആ വീട് കാണാൻ ഇതുവരെയായിട്ട് വന്നിട്ടുണ്ടാവും. എന്റെ ചോദിച്ചാൽ ആ വീട് ഇപ്പൊ ഇല്ല, ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ലു ഗെയിമർ ഓട്ട കേസ് ഞാൻ ടയർ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ എന്റെ കാറിന്റെ ടയർ അപ്പൊ ലിഫ്റ്റിംഗ് ആണ്. ഞാൻ പുറകെ വരാം, എന്റെ ടയർ ശരിയാക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു കാര്യം പറഞ്ഞായിരുന്നു, അല്ലു ഗെയിമറിന്റെ വീഡിയോസ് വരുമ്പോ എന്റെ ഫസ്റ്റ് ചാനലല്ല, വേറൊരു കസിൻ ചാനലിനകത്ത് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഞാൻ അതിനകത്ത് എന്റെ വീഡിയോ ഇങ്ങനെ ഒരു യൂട്യൂബ് ഉണ്ടെന്ന് ഞാൻ ഇട്ടപ്പോ അപ്പൊ അയാൾ നിങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലു ഗെയിമറിന് ചാനൽ വേണം. അപ്പൊ അല്ലു ഗെയിമർ അതിന് ഇതുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അല്ലു ഗെയിമറിനടുത്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലു ഗെയിമർ ഇപ്പൊ എവിടെയാ? അവിടെ എത്തി. അപ്പൊ എനിക്ക് ലാൻഡ് ചെയ്യുന്നത് അല്ലു ഗെയിമറിന്റെ ചെറിയൊരു ബന്ധം. സിറ്റി എത്താറായിരുന്നോ? സിറ്റി ചോദിച്ചാൽ ഇവിടെ ഒന്നും അല്ല. എനിക്ക് ലാൻഡ് ചെയ്യുന്നത് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഞാൻ എല്ലാ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ തുടരെ ഗീവ വരുന്നുണ്ട്. ജീലകനാണ് ഗീവ ആരാണ്. അതിന്റെ റൂൾസ് എന്താണെന്നും അതൊക്കെ ഞാൻ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ ഇടാം. റൂൾസ് എന്താണ് റൂൾസ് ഒക്കെ വെച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയില്ല, അവൻ സിറ്റി എത്തിയെന്നുള്ള കാര്യം പറയുന്ന എനിക്ക് ലാഗ് എല്ലാം കൂടെ തലക്ക് പ്രാമടിച്ചിരിക്കും. ഞാൻ പയ്യെ പോകുന്നു, എനിക്ക് ലാഗാവുന്നു. ഇത് എവിടെയെങ്കിലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവൻ സിറ്റിക്ക് എത്തിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. കളറാണ് സത്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഞാനിപ്പോ ഒരു 300 റേഞ്ച് പിന്നെ പിന്നെ നമുക്ക് നേരെ ഇപ്പൊ ഞാൻ 347 ഇത് എന്റെ സീറ്റ് അല്ല, ഗെയിമിലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവന് ഞാൻ വിളിച്ചു കൊടുക്കുന്നില്ല. എന്റെ
അല്ലു ഗെയിമറിന്റെ അടുത്ത് അല്ല, നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ഇട്ടാൽ മതി ആർക്കൊക്കെ അറിയണ്ടേ. അവര് ഈ വീഡിയോ പറഞ്ഞ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എന്തെങ്കിലും തന്നാൽ മതി, ഇതിനകത്ത് ഇട്ടേക്ക്. അല്ലു ഗെയിമർ പറയുന്നതായിരിക്കും. എന്റെ വണ്ടിയിൽ പെട്രോൾ കുറവാണ്. അല്ലു ഗെയിമറിന്റെ വണ്ടിയിൽ പെട്രോൾ തീരുന്നോ? അടിച്ച് അവന്റെ വണ്ടിയിൽ പെട്രോൾ ഇരിപ്പുണ്ടായിരുന്നു. പെട്രോൾ അവ ഈ ഓരോരുത്തൊക്കെ പോയിട്ട് കറങ്ങി നടക്കുന്ന എന്തുവാ കറങ്ങി നടന്ന സ്വഭാവ അല്ല അല്ലു ഗെയിമറെ. പിന്നെ നിങ്ങളെല്ലാരും പറയുന്നു ഈ വണ്ടി ഒന്ന് സെറ്റാക്കാൻ. അങ്ങനെ സെറ്റാകും ഗൈസ്. ഇവരാണെങ്കിൽ ഒരുമാതിരി ഊള ബോഡി ഹീറ്റെല്ലാം വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് വലിയ ഞാൻ വേറെ എന്റെ അക്കൗണ്ട് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സിൽക്ക് കിടപ്പുണ്ടായിരുന്നു കൊടിയൊക്കെ വെച്ച്. ആ സിൽക്കിന്റെ വീഡിയോ ഞാൻ ഇട്ടില്ല. പിന്നെ അല്ലു ഗെയിമർ എവിടെയാണ് ഞാൻ മാപ്പ് നോക്കട്ടെ. ദേ അടുത്തിരിക്കുന്നു. അല്ലു ഗെയിമർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. ഞാൻ വെയിറ്റ് ചെയ്യത്തില്ലേ? എനിക്ക് അല്ലു ഗെയിമറെ വെയിറ്റ് ചെയ്യും. സിവിക്ക് മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല. പിന്നെ ശനിയാഴ്ച ഒരു മീറ്റപ്പ് വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ വണ്ടിയാണ് എടുത്തത്. 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ആയിരിക്കും പൈസ വീഡിയോ. അത് ഞാൻ പോസ്റ്റ് ഇടാൻ ഇപ്പോഴാണ് വീഡിയോ ഇടുമ്പോ. പിന്നെ ഇട്ടിട്ട് നമുക്ക് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഏതുണ്ട് അതിനെ കൊണ്ടുവരാം. അങ്ങനെയാണെന്നൊരു കുഴപ്പമില്ല. അല്ലല്ലോ കൈ പറയാം. ഏത് വണ്ടിയാണെങ്കിൽ എടുത്താൽ നമുക്ക് സിവിക്ക് എടുക്കാം. ഏത് വണ്ടി പിന്നെ നിങ്ങൾക്ക് വണ്ടി എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പൈസ ഇവന് ഇവിടെ ഷോപ്പൊക്കെ അല്ലെങ്കിൽ കിട്ടി 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 എനിക്കും വഴി എഴുതാ എനിക്കിത് വഴി തരില്ല. ഞാൻ വീട്ടിലേക്കാണ്. നീ പയ്യ ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്റെ എന്തെങ്കിലും ഡാമേജ് ഉണ്ട്. ക്ലാസ്സൊക്കെ പൊട്ടി. ഇവന്റെ പുറകിൽ നിൽക്കുന്ന ഇതിന് വാ. പുറകെ നിന്നിട്ട് പറയണ പുറകെയില്ലെന്ന്. അപ്പോ എങ്ങോട്ട് വന്നു ഇതിലേ എഞ്ചിൻ കംപ്ലൈന്റ് നമ്മുടെ കളിയാണോ? ഷോപ്പുണ്ട് ഇവിടെ വെച്ച് ശരിയാക്ക്. ഞാൻ ശരിയായി. അപ്പൊ ഗൈസ് ഇവിടെ വീട് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്ലോഗ് വീട് കാണിച്ചു കൊടുക്കാം ഗൈസ്. പിന്നെ ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. ഒന്ന് ഇത് വാങ്ങിക്കും, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഒരു വീടുണ്ടല്ലോ ഫസ്റ്റ് ആ ഒരു ഹൗസ്. ഞാൻ ഒരു 10 ലക്ഷം ആക്കിയിട്ട് ഒരു 10 ലക്ഷം ആക്കിയിട്ട് 5 ലക്ഷം ഇവനോട് 5 ലക്ഷം ഞാൻ എടുക്കും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ എടുത്തിരിക്കും ഗൈസ്. അല്ലു ഗെയിമർ അങ്ങോട്ട് എത്തിയിരിക്കുന്നു. ഗെയിമറെ പെട്ടെന്ന് അല്ലു ഗെയിമർ നിങ്ങളെല്ലാരും വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അല്ലു ഗെയിമറിന് കാർ ഗിഫ്റ്റ് ചെയ്യാം. അല്ലു ഗെയിമറിന് നിങ്ങളൊരു കാര്യം കൂടെ പറയാം. അല്ലു ഗെയിമറിന് LC ഗിഫ്റ്റ് ചെയ്യണം, അതോ നിങ്ങൾക്ക് LC ഗിഫ്റ്റ് ചെയ്യണം? വേറെ കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ പതിവാക്കി മോഡിഫൈ ചെയ്തിട്ട് എന്റെ LC ഉണ്ടല്ലോ. ഇവര് ഈ ഒരു വീഡിയോക്ക് എത്രയാ 1
ലൈക്ക് തരുവാണെങ്കിൽ ഒരു 1K ലൈക്ക് വരുവാണെങ്കിൽ പജീറോ നിങ്ങൾ കയ്യിലുണ്ട് ഫ്രീ ആയിട്ട്. നമ്മൾ കാണുന്ന നിങ്ങൾ കമന്റ് ചെയ്യും ഏത് വണ്ടി വേണം. പക്ഷെ കോയിന്റെ ആണെങ്കിൽ പറഞ്ഞില്ല ഗൈസ്, കോയിന് ഭയങ്കര ആളാണ് ഒപ്പിക്കാൻ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് എന്റെ കോയിന്റെ ഗൈസ്. അപ്പൊ അല്ലുകേമ വീടൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലുകേമരെ എന്റെ വണ്ടിയെ എടുത്തോട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു നോക്കിയിട്ട് ലുക്ക് നോക്കിയിട്ട് വീഡിയോ ഇൻട്രോ പറയാം. അല്ല വീഡിയോ എൻഡ് ചെയ്യാം. വാ ഇട് എന്റെ വണ്ടി പൊളിക്കില്ല അടങ്ങിയില്ലേ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തൊക്കെ പിന്നെ അല്ലെങ്കിൽ വേഗം നിർത്തിയാ മതി അത്രയും മതി. സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോ എന്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെ എന്റെ അടുത്ത് നിന്ന് നിക്ക്. നിനക്ക് വീട് എന്റെ ചെയ്തോളാൻ വയ്യല്ലേ, ഇങ്ങോ എന്റെ അടുത്ത് തന്നെ നിൽക്കേ. ഓക്കെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇവിടെ എന്നെ ഇരിക്കുന്ന ഇങ്ങോട്ടുണ്ടാ ഈ ഇമോട്ട് ഉണ്ടാവും. ടാറ്റ ബൈ ബൈ. ടാറ്റ റിമോട്ട്. അപ്പൊ ഗൈസ് പുതിയ വീടുന്നതായിരിക്കും.